ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് ചോർന്നു എന്ന പരാതി പത്രങ്ങൾ ഉൾപ്പെടെ ബജറ്റിലെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന പരാതി. ചട്ടം ലംഘിച്ച് ബജറ്റ് അവതരണം നടത്തരുത് എന്ന് കാണിച്ച് 4 കൗൺസിലേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ട്. ബജറ്റ് പുനഃക്രമീകരിച്ച് അംഗീകരിച്ചതിന് ശേഷം അവതരണം നടത്തണമെന്നും പരാതിക്കാരിൽ ഒരാളായ ശ്രീജിത്ത് 24നോട് പറയുന്നു. നാളെയാണ് കൊച്ചി കോർപ്പറേഷന്റെ ബജറ്റ് നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ട് നടത്താനിരുന്ന ബജറ്റ് ചോർന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ നഗരസഭാ സെക്രട്ടറിക്ക് ആ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്ന ശ്രീജിത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ശരിക്കും പരാതിയുടെ അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നത്? കേരളത്തിൽ നിലനിൽക്കുന്ന മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കുന്ന ബജറ്റ് നിർദ്ദേശങ്ങൾ കൗൺസിലിന് മുൻപാകെ അവതരിപ്പിക്കും. ഭേദഗതികൾ ഉണ്ടെങ്കിൽ ഭേദഗതികളോട് കൂടിയോ അല്ലെങ്കിൽ ഭേദഗതി ഇല്ലെങ്കിൽ അല്ലാതെയോ കൗൺസിലാണ് ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. പക്ഷെ ഇപ്പോൾ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളിലൂടെ പത്രം വായിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിനു മുൻപ് 10 ബഡ്ജറ്റുകളും പങ്കെടുക്കുമ്പോഴും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചട്ടം പാലിക്കാതെ നാളെ അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊച്ചി നഗരസഭയുടെ സെക്രട്ടറി അദ്ദേഹത്തിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല, ചോർന്ന ബഡ്ജറ്റാണ്, ബഡ്ജറ്റ് ചോരാൻ പാടില്ല. നാളെ ഏതെങ്കിലും ഒരു കാരണവശാൽ ബജറ്റ് സമ്മേളനം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനം നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു കഴിഞ്ഞ കൗൺസിൽ സന്ദർഭത്തിൽ പലതവണ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് നിർദ്ദേശങ്ങളും സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആണ് UDF. സ്വാഭാവികമായി ചട്ടം പാലിക്കാനുള്ള ഉത്തരവാദിത്വം മേയർക്കുണ്ട്. ആ ഉത്തരവാദിത്വം മേയർ നിർവഹിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ആ പ്രതീക്ഷ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് തന്നെയാണ്. നാളെയാണ് ബജറ്റ് അവതരണം നടക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇനി അവതരണം നടക്കുമോ അതോ പരാതിയെ തുടർന്ന് മാറ്റിവെക്കുമോ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്നും സജിലിനൊപ്പം ആൻമരിയ സണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.